കണ്ടോ, നല്ല ഡൈ ആണിത്, അടിപൊളി ഡൈ ആണ്. കരി 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 ഇങ്ങനെ ഇരിക്കും, നല്ല കറുകറാന്നിരിക്കുന്ന ഒരു ഡൈ ആണ് ഇത്. നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക തലയിൽ. ഇപ്പം ഞാൻ കയ്യിൽ കാണിക്കുന്നത്, ഞാനിത് വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുള്ളൂ, അതുകൊണ്ടാണ് കയ്യിൽ കാണിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ആണെങ്കിലും നമുക്ക് തലയ്ക്ക് ദോഷമൊന്നും ഉള്ളതല്ല, നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴപ്പവും വരുത്തില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ ഡൈ ആണ് കേട്ടോ. വെളുത്തുള്ളി കൊണ്ട് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാം. അപ്പോൾ പലരും ചോദിക്കും, വെളുത്തുള്ളി കൊണ്ട് ഹെയർ ഡൈ ഉണ്ടാക്കാൻ പറ്റുമോ, മുടി കറക്കുമോ എന്നൊക്കെ. തീർച്ചയായും മുടി കറക്കും. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോ. ഉറുമ്പ് കയറിയല്ലോ, വീട്ടിൽ തന്നെ ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയുടെ തൊലി വേണം. വെളുത്തുള്ളി മൊത്തമായിട്ട് വേണ്ട, തൊലി മാത്രം മതി. കണ്ടോ, ഇതുപോലെ ഞാൻ വെളുത്തുള്ളി നമ്മുടെ കിച്ചണിലെ ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന സമയത്ത് തൊലി കളയില്ലേ, അപ്പം നമ്മൾ ഈ തൊലികൾ ഒരു കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ, കളയേണ്ടതില്ല. അങ്ങനെ ഒരു 2-3 തവണയാകുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിനുള്ള തൊലികൾ കിട്ടും. ഒരു 4-5-6-7 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു 4-5 തവണ ഇങ്ങനെ വെളുത്തുള്ളി എടുക്കുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിനുള്ള തൊലി കിട്ടും. പിന്നെ നമ്മൾ ഇതിനെ നന്നായിട്ട് ഉണക്കിയെടുക്കണം. ചില ഉണങ്ങാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ 2 ദിവസം ഒന്ന് വെയിലത്തിട്ടാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതിനുശേഷം നമുക്കിതിനൊന്ന് കരിച്ചെടുക്കണം, ഒന്ന് കത്തിച്ചിട്ട് എടുക്കണം. ഓക്കെ, കരിച്ചാണ് എടുക്കേണ്ടത്. ഇങ്ങനെ തന്നെ കൊണ്ടുപോയി പൊടിച്ചാൽ നമുക്ക് ഡൈ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ നന്നായി ഉണക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് കത്തിച്ചെടുക്കുക. അത് നമ്മളൊരു മണ്ണിൻ്റെ ചട്ടിയിൽ, കത്തിക്കുന്ന പോർഷൻ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതിന് മുന്നേ ഞാൻ ചിരട്ടക്കരി ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ പൊന്നടവേ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ചിരട്ട കത്തിച്ച് കരി ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട്, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഇത് നിങ്ങൾ ഉണക്കുക, കത്തിച്ച് ചാരമാക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് എനിക്ക് അടുത്ത തവണത്തേക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കരി കിട്ടും. കണ്ടോ, ഇതുപോലത്തെ കരി കിട്ടും. കത്തിച്ച് ചാരമാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കരി കിട്ടും. ആ കരി നമ്മൾ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിയുടെ തണ്ടില്ലേ, അത് ചിലപ്പോൾ ഇങ്ങനെ തണ്ടായിട്ട് തന്നെ ഇരിക്കും, അരഞ്ഞില്ലെങ്കിൽ. എന്തായാലും ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ കരി നമുക്ക് കിട്ടും. ഈ കരി വെച്ചാണ് നമ്മൾ ഡൈ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലി കരിച്ച് ചാരമാക്കി കരിയാക്കി എടുത്തത്. ഓക്കെ, ഇതിനകത്തോട്ട് ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. അതായത് നെല്ലിക്ക ഉണക്കി പൊടിച്ചത്. കണ്ടോ, ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉണക്കി പൊടിച്ച നെല്ലിക്കയാണ്. ഞാൻ പുറത്തുനിന്ന് മേടിക്കാറില്ല. എനിക്കിവിടെ സെയിലുള്ളത് കൊണ്ട് ഇവിടെ തന്നെ ബൾക്കായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരി നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നെല്ലിക്ക 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ, നമുക്കത് മതിയാവും. ഓക്കെ, കണ്ടോ, എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ വെളുത്തുള്ളിയുടെ തൊലി കരിച്ചതിലോട്ട് നെല്ലിക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെല്ലിക്കയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പം ഞാൻ എടുത്ത കരി എന്ന് പറഞ്ഞാൽ ഒരു 4 ടേബിൾ സ്പൂണോളം കരി ഉണ്ടാകും. ഓക്കെ, നമ്മൾ കുറേ വെളുത്തുള്ളിയുടെ തൊലി ഇങ്ങനെ കൂട്ടി വെച്ച് കത്തിച്ചെടുക്കുന്നത് കൊണ്ട് അരിച്ച് കിട്ടുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് വെച്ച് അങ്ങ് ചെയ്യുവാണ് പതിവ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് കേട്ടോ, നല്ല കോഫി പൗഡർ. ഓക്കെ, അത് തരി ഇല്ലാത്തതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. തരി ഇല്ലാത്ത പൊടിയാണ് നല്ലത്. ഓക്കെ, തരി ഇല്ലാത്ത ഫിൽറ്റർ കോഫി ഇല്ലേ, അതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഓക്കെ, തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കഴുകി കളയുമ്പോഴൊക്കെ തരിയായിട്ടിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ കാപ്പിയുടെ പൊടി അതും 1 ടേബിൾ സ്പൂണാണ്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡൈക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ, ഇപ്പം ഇത് പൊടിയായിട്ടാണല്ലോ ഇരിക്കുന്നത്, ഇതിനൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്, വേറെ ഒന്നും എടുക്കുന്നില്ല. ഇതിനകത്ത് ഞാൻ മുട്ടയൊന്നും ചേർക്കുന്നില്ല ഇത്തവണ. കാര്യം ചിലർക്ക് പറ്റില്ല. ഞാൻ ചിലപ്പോൾ മുട്ടയൊക്കെ ചേർക്കാറുണ്ട്, പക്ഷെ ചിലർക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ മുട്ട, നാരങ്ങ നീര്, എണ്ണയൊക്കെ ചേർക്കുമ്പോൾ എടുക്കുന്ന ഒരു സാധനവും ചേർക്കുന്നില്ല. ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്തിരി സമയം എടുക്കും കേട്ടോ അതൊന്ന് മിക്സായി വരാൻ. അപ്പോൾ ഇത് താഴെ പോവും, അതുകൊണ്ടാണ് ഞാൻ ഈ തവി വെച്ചെടുക്കുന്നത്. തവി ഇച്ചിരി വലുതാവുകയും ചെയ്തു. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നിങ്ങൾ വാഷ്റൂമിലോ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലൊക്കെ ഇരുന്ന് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. റൂമിലൊക്കെ ആണെങ്കിൽ ഈ കരി പറ്റും. കരി പറ്റിയാൽ പിന്നെ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നിങ്ങൾ എന്താ പറയണത്,
ഗ്ലൗസ് വെച്ച് ചെയ്തോളൂ കേട്ടോ. ഗ്ലൗസ് വെച്ച് ചെയ്താൽ മതി. പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂർ തലയിൽ വെക്കണം. അതിനുശേഷം കഴുകി കളയുക. നാച്ചുറൽ ഹെയർ ഡൈ ആണ്. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡൈ ഒക്കെ ചെയ്യുന്നത് പോലെ 10 മിനിറ്റ് കൊണ്ട് കഴുകി കളയാനൊന്നും പറ്റത്തില്ല. 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. 2 മണിക്കൂർ വെക്കാൻ പറ്റിയാൽ നല്ലത്. പക്ഷേ ഇതിന് തണുപ്പൊന്നുമില്ല കേട്ടോ, തണുപ്പുള്ള ഡൈ അല്ല. പിന്നെ നീർക്കെട്ട് നീരിറക്കൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ഗ്രാമ്പൂ പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തോളൂ. അല്ലെങ്കിൽ കുറച്ച് കുരുമുളക്, ഒരു 3-4 മണി കുരുമുളക് ചതച്ചിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു 3-4 മണി ഗ്രാമ്പൂ ചതച്ചിട്ട് കണ്ടോ പെട്ടെന്ന് മിക്സായി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതാണ് ഡൈ എന്ന് പറയുന്നത്. അത് കഫക്കെട്ടും സൈനസും അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കാണ് ഗ്രാമ്പൂവും കുരുമുളകും ചേർക്കാൻ പറഞ്ഞത്. രണ്ടും കൂടെ ചേർക്കണ്ട, ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഡൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യാം. ഇത്രയും എളുപ്പമാണ് കണ്ടോ. ആകെ നമുക്കുള്ള പണി എന്ന് പറയുന്നത് നമ്മൾ വെളുത്തുള്ളി, ഇനിയിപ്പോൾ ഇത് സവാളയുടെ തൊലി വെച്ച് ചെയ്യാം കേട്ടോ, ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. വെളുത്തുള്ളി തൊലി കളയണ സമയത്ത് തൊലി വീട്ടിൽ കിച്ചണിൽ വെളുത്തുള്ളി ക്ലീൻ ചെയ്യുന്ന സമയത്ത് തൊലി കളയാതെ ഒരു കണ്ടെയ്നറിനകത്ത് എടുത്ത് വെക്കുക കേട്ടോ. അത്രയും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റെപ്പെല്ലാം വളരെ ഈസിയാണ്. ഓക്കെ, എന്നിട്ട് മൺചട്ടിക്ക് കത്തിട്ടിട്ട് ഒന്ന് കരിച്ചെടുത്താൽ മതി കേട്ടോ, കത്തിച്ചെടുത്താൽ മതി. അത് കത്തിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേപ്പർ ഒന്നും വെച്ച് കത്തിച്ച് കളയരുത്. ചിലർ ന്യൂസ് പേപ്പറൊക്കെ ഇട്ടിട്ട് അങ്ങ് കത്തിക്കും. അത് ചെയ്യരുത്. ന്യൂസ് പേപ്പറിലൊക്കെ ലെഡ് ഉള്ളതാണ്, അത് ചെയ്യരുത്. പകരം നിങ്ങൾ പച്ചക്കർപ്പൂരം ഇട്ട് കത്തിച്ചോളൂ. ഓക്കെ, കർപ്പൂരമൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ. അപ്പോൾ കർപ്പൂരം ഇട്ടിട്ട് ഒന്ന് കത്തിച്ചാൽ പെട്ടെന്ന് കത്തി കിട്ടും കേട്ടോ. വളരെ എളുപ്പമാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് കത്തുന്നൊരു സാധനമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യുക. കണ്ടോ, ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടോ, നല്ല ഡൈ ആണിത്. അടിപൊളി ഡൈ ആണ്. കരി 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 ഇങ്ങനെ ഇരിക്കും. നല്ല കറുകറാന്നിരിക്കുന്ന ഒരു ഡൈ ആണ് ഇത്. നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക തലയിൽ. ഇപ്പം ഞാൻ കയ്യിൽ കാണിക്കുന്നത്, ഞാനിത് വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യുള്ളൂ, അതുകൊണ്ടാണ് കയ്യിൽ കാണിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ആണെങ്കിലും നമുക്ക് തലയ്ക്ക് ദോഷമൊന്നും ഉള്ളതല്ല. നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴപ്പവും വരുത്തില്ല. പിന്നെ കാപ്പിപ്പൊടി മുടിക്ക് കളർ കൊടുക്കാൻ നല്ലതാണ്. നെല്ലിക്കാപ്പൊടി മുടിക്ക് കളർ കൊടുക്കാൻ നല്ലതാണ്. എല്ലാം വളരെ നല്ലതാണ്. ഇത്രയും കറുത്തൊരു ഡൈ ആണിത്. ഇത് 1 മണിക്കൂർ മുടിയിൽ വെച്ചിരുന്ന് കഴുകി കളയുമ്പോൾ നമുക്ക് നല്ല കറുപ്പ് നിറം മുടിക്ക് കിട്ടും. അതിന് അത്രയും സമയം തന്നെ വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിത് എണ്ണമയം ഇല്ലാത്ത മുടി, കണ്ടോ കറുപ്പ് കണ്ടോ, എണ്ണമയം ഇല്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. എണ്ണമയം, അതായത് തലേദിവസം ഷാമ്പു വാഷ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഈ ഡൈ അപ്ലൈ ചെയ്താൽ മതി. അതിനുശേഷം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, പറ്റുന്നവർ 2 മണിക്കൂർ തന്നെ വെക്കുക. കഴുകി കളയുക. വെറും വെള്ളത്തിൽ കഴുകി കളയണം. ഷാമ്പു ഒന്നും ഇട്ട് കഴുകരുത്. അപ്പോൾ ഈ കളർ മൊത്തം പോകും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ മുടി ഒന്ന് നോക്കൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പതിവായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല കറുപ്പായിട്ടിരിക്കും. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ്. ഇതിന് സൈഡ് എഫക്ട്സ് ഇല്ല. ഇപ്പം നീലമരി ഹെന്നയൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഡൈ ഉപയോഗിക്കാം. നീലമരി ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് മുഖത്ത് ചൊറിച്ചിൽ വരും, മുഖം കറുത്തിരുണ്ട് വരും, അതുപോലെ തന്നെ തല ചൊറിഞ്ഞു പൊട്ടും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പലരും പറയാറുണ്ട്. അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ്. ഹെന്നയാണെങ്കിൽ തണുപ്പാണ്, അപ്പോൾ പലർക്കും പറ്റില്ല. അപ്പോൾ പലരും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് ഹെന്ന ഇടുമ്പോൾ. അതുകൊണ്ട് തന്നെ നീലയമരി ഹെന്നയും ബുദ്ധിമുട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ ഡൈ അലർജി ഉള്ളവർക്ക്, അപ്പോൾ അത് കെമിക്കൽ ഡൈ ആണെങ്കിലും നീലമരിയുടെ ഡൈ ആണെങ്കിലും അലർജി ഉള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. ഒന്നും നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ആഴ്ചയിൽ എത്ര തവണ ചെയ്യണം എന്നൊക്കെ കുറേ പേര് ചോദിക്കും. ആഴ്ചയിൽ 1 തവണ ചെയ്താൽ മതി. തുടക്കക്കാർ ആഴ്ചയിൽ 1 തവണ ചെയ്യുക. പിന്നെ ഗ്രാജുവലി നമുക്കത് തേക്കുന്നതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരാം. ഓക്കെ, പിന്നെ ഇത് തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് മുടിയിൽ പുരട്ടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തണുപ്പൊന്നുമില്ല, ഒട്ടും തണുപ്പില്ലാത്തതാണ്. ഒരു എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ ആണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇത് ടീനേജ് മുതലുള്ള, ഇപ്പോൾ കൊച്ചുങ്ങളിലെ മുടി നരയ്ക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ട്, അകാല നര. അപ്പോൾ ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും ഈ പാക്ക് ഇടാം, ഈ ഡൈ ഇടാം. അതിനുശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാം. ഓക്കെ, അത് ഏത് പ്രായം വരെയും ചെയ്യാം കേട്ടോ. ടീനേജ് മുതലുള്ള ഏത് പ്രായം വരെയും ചെയ്യാം. തീരെ ചെറിയ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണ്ട. കരിയൊക്കെ മുഖത്തൊക്കെ ആയാലും ചിലപ്പോൾ അവർക്ക്, പിള്ളേരല്ലേ, നമ്മളെ പോലെ കെയർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തീരെ ചെറിയ കുട്ടികൾക്ക് ചെയ്യണ്ട. ഒരു 10 വയസ്സ് മുതൽ മുകളോട്ടുള്ള, ടീനേജ് വരെയെന്ന് ഞാൻ പറഞ്ഞെങ്കിലും 10 വയസ്സും എടുക്കാം. അത്യാവശ്യം കെയർ ചെയ്യും എന്നുള്ള കൊച്ചുങ്ങളാണെങ്കിൽ 10 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുത്തോളൂ.
അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ പ്രോഡക്റ്റ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്നതാണ് നമ്പർ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, ഈ ഒരു ഡൈ നിങ്ങൾക്ക് പുരികത്തിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ പുരികം നിങ്ങൾക്ക് ഒട്ടും തന്നെ കട്ടിയില്ല, പുരികത്തിന് നല്ല കറുപ്പ് നിറമില്ല, തിക്നെസ് ഇല്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുരികത്തിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കറുപ്പ് നിറം കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പുരികത്തിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലൻ കിടക്കാച്ചി വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.